സോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് 8255 ഐസിനെ പറ്റിയിട്ടാണ്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ വേർഷൻസ് ഓഫ് ഇന്റൽ മൈക്രോ പ്രൊസസർ 8085 ആൻഡ് 8086ന്റെ കൂടെ ആയിരിക്കും. 8085 ആൻഡ് 8086ന് പുറമെ നിന്നുള്ള എക്സ്റ്റേണൽ ഡിവൈസസിനെ ഒരുപാട് ഇന്റർഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ടു ഇൻക്രീസ് ദ ഇന്റർഫേസിംഗ് കപ്പാസിറ്റി വി ആർ യൂസിങ് ദിസ് 8255 ഐസി. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉള്ളത് 24 എണ്ണമാണ്. 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആണുള്ളത്. ഈ 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസിനെ 3 പോർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. 8 പിൻ ഈച്ച് വെച്ചാണുള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ പോർട്ടും ബൈ ഡയറക്ഷണൽ ആണ്. ദാറ്റ് ഈസ് ഇൻപുട്ടായിട്ടും ആക്ട് ചെയ്യാം, ഔട്ട്പുട്ടായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. സോ 3 മോഡ്സ്, ഇമ്പോർട്ടൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് 3 മോഡ്സിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. വൺ ഈസ് സിമ്പിൾ IO മോഡ്, സെക്കൻഡ് ഈസ് ഹാൻഡ് ഷേക്ക് IO മോഡ്, തേർഡ് ഈസ് ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡാണ്. സോ ഇവിടെ നമുക്ക് മൂന്നാമത് ഈ 3 മോഡ്സിന് പുറമെ ഒരു മോഡ് കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് BSR മോഡ്. BSR മോഡ് എന്ന് വെച്ചാൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡാണ്. ഓക്കെ, ഇതില് നമ്മളിപ്പോൾ 3 പോർട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. ഈ പോർട്ട് സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സി അപ്പർ ആൻഡ് സി ലോവർ, 4 നിബിൾസ് വെച്ചിട്ട്. പോർട്ട് സിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പോർട്ട് സിയിലാണ് BSR മോഡ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. സിംഗിൾ ബിറ്റിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിക്കും പോർട്ട് സിയിൽ. പോർട്ട് എയും പോർട്ട് ബിയും 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? കൺട്രോൾ രജിസ്റ്റർ ആണ്. കൺട്രോൾ രജിസ്റ്ററിന്റെ പർപ്പസ് എന്താണ്? ഒരു രജിസ്റ്ററിൽ നമ്മളൊരു കൺട്രോൾ വേർഡ് എഴുതി കൊടുക്കും. ഈ കൺട്രോൾ വേർഡ് എഴുതുന്നതിനനുസരിച്ചിട്ട്, കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് ദ കൺട്രോൾ രജിസ്റ്റർ ആണ്. സോ കൺട്രോൾ രജിസ്റ്റർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് 3 പോർട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ പോർട്ട്സിനെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഏത് പോർട്ട് ഇൻപുട്ട് ആവണം, അല്ലെ? അപ്പോൾ ഏത് പോർട്ട് ഇൻപുട്ട് ആവണം, ഏത് പോർട്ട് ഔട്ട്പുട്ട് ആവണം എന്നൊക്കെ അസൈൻ ചെയ്യുന്നത് ആരായിരിക്കും? കൺട്രോൾ രജിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഈ എല്ലാ മോഡ്സ് ഓഫ് ഓപ്പറേഷനും ഏത് മോഡിലാണ് ഓരോ പോർട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ രജിസ്റ്റർ ആണ്. കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്, D0 തൊട്ട് D7 വരെ ഉള്ളത്. ഈ 8 ബിറ്റ് രജിസ്റ്ററിൽ ഓരോ ബിറ്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് നോക്കണം. ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഓരോ പോർട്ടും ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ, ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് കൺട്രോൾ രജിസ്റ്റർ ആയിരിക്കും. So function of these ports are defined by writing a control word to the control register. എന്താണ് control word എന്ന് പറയുന്നത്? Control word is the content of the control register. So this control word defines what are the functions of the ports. So ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? സിമ്പിൾ IO മോഡ്, ഹാൻഡ് ഷേക്ക് IO മോഡ്, ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡ്, BSR മോഡ്. ഓരോ മോഡ്സും ഒന്ന് ജസ്റ്റ് ഇതിലെ സിമ്പിൾ IO മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് if you simply need to output the data or simply need to input the data, then you can use this simple IO mode. ഇനി നമുക്ക് ഹാൻഡ് ഷേക്കിംഗ് ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഔട്ട്പുട്ടിൽ ഒരു ഡിവൈസ് മൈക്രോ പ്രൊസസ്സറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി ഒരു ഡിവൈസ് നമ്മുടെ മൈക്രോ പ്രൊസസ്സറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 2 ഡിവൈസിൻ്റെയും വർക്കിംഗ് സിങ്ക്രണൈസ്ഡ് ആയിട്ട് പോകണം. സോ അവിടെ നമ്മൾ കൺട്രോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യണം. സോ 2 ഡിവൈസും സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, ഹാൻഡ് ഷേക്കിംഗ് ഈസ് എ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ മെത്തേഡ് ടു സിങ്ക്രണൈസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വിത്ത് ദ മൈക്രോ പ്രൊസസ്സർ. എന്താണ്? is a input output control method to synchronize input output devices with the microprocessor. 2 ഡിവൈസസും തമ്മിൽ ഒന്ന് മൈക്രോ പ്രൊസസ്സർ ആവും, ഒന്ന് പുറമെ കണക്ട് ചെയ്യാൻ എക്സ്റ്റേണൽ ഡിവൈസും. ഇവരുടെ വർക്കിംഗ് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു 8255 2 ഹാൻഡ് ഷേക്കിംഗ് ഉണ്ട്. ഹാൻഡ് ഷേക്ക് IO മോഡ്, ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡ് ഉണ്ട്. ഹാൻഡ് ഷേക്ക് IO മോഡ് ആണെങ്കിൽ ഈ ഒരു കേസിൽ ഐദർ ഇൻപുട്ട് ഹാൻഡ് ഷേക്ക് ആയിരിക്കും അവൈലബിൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഹാൻഡ് ഷേക്ക് ആയിരിക്കും അവൈലബിൾ ഉണ്ടായിരിക്കുക. ബട്ട് ഇൻ ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡിലാണെങ്കിൽ ബോത്ത് ഡയറക്ഷനിലുള്ള ഹാൻഡ് ഷേക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇൻ ദിസ് മോഡ് we can transfer data from microprocessor to 8255 IC as well as data transfer from 8255 to microprocessor is also possible. 2 ഡയറക്ഷനിലോട്ടും, ഒന്ന് പ്രൊസസ്സറിൽ നിന്ന് 8255 ICയിലോട്ടും, രണ്ടാമത് 8255 IC നിന്ന് മൈക്രോ പ്രൊസസ്സറിലോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് BSR മോഡാണ്. BSR മോഡ് എന്ന് പറയുന്നത് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡാണ്.
ഈ ഒരു BSR മോഡിൽ നമുക്ക് ഒരു സിംഗിൾ ബിറ്റിനെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. ഈ BSR മോഡ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഓൺലി പോർട്ട് സിയിൽ മാത്രമാണ്. സോ പോർട്ട് സിയിൽ മാത്രമാണ് BSR മോഡ് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിൾ ബിറ്റ് ക്യാൻ ബി ഓൾട്ടേർഡ് യൂസിങ് ദിസ് BSR മോഡ്.